കാളിന്തി നദി വിഷമയമാക്കിയ കാളിയനെന്നൊരു സർപ്പം തെല്ലൊരഹങ്കാരം ഉള്ളിലൊതുക്കിയ കാളിയനുമേ നൃത്തമാടുന്നു കണ്ണനിതാ നൃത്തമാടുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരിയും ഹരിയും. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവാന്റെ ഉച്ചയ്ക്ക് നട അടച്ച് തുറക്കുമ്പോൾ എന്താണ് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് ആ ശീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവർക്കും അങ്ങോട്ട് പോവാം, ഭഗവാന്റെ അടുത്തേക്ക് എത്താം, ആ ഗുരുഭവനപുരിയിലേക്ക് എത്താം, പൊന്നുണ്ണിക്കണ്ണനെ കാണാട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നതാ പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാ നിൽക്കുന്നത്? ആ കാളിയന് മേൽ നൃത്തം ചവിട്ടിക്കൊണ്ട് അതിമനോഹരമായ നൃത്തഭാവത്തിൽ ആ കാളിന്തി നദിയെ വിഷമയമാക്കിയിട്ടുള്ള ഒരു കാളിയൻ എന്ന സർപ്പം ഉണ്ടായിരുന്നു. ആ സർപ്പത്തിനെ ഉള്ളിലുള്ള ആ അഹങ്കാരത്തെ ഒന്ന് മാറ്റാനായിട്ട് കണ്ണനതാ കുഞ്ഞു കുട്ടിയാണല്ലേ, ചെറിയ മോനാണ്, പൊന്നുണ്ണി കണ്ണനാണ്. അങ്ങനെ കണ്ണനതാ ആ കാളിയനെ തെരഞ്ഞു പോകുന്നു. അങ്ങനെ കാളിയന്റെ മേൽ തലയ്ക്ക് മുകളിൽ നിന്ന് നൃത്തമാടുന്ന ഭാവമാണ് ഇന്ന് നമുക്ക് പൊന്നുണ്ണിക്കണ്ണൻ ഉച്ചപൂജ അലങ്കാരത്തിൽ നമുക്ക് കാണിച്ചു തന്നത് അല്ലേ. രാവിലെയോ മറ്റോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു മെസ്സേജിൽ പറയുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം കാളിയമർദ്ദനമാണ് എന്ന്. എപ്പോഴും എനിക്ക് കാണാനിഷ്ടം, ഉച്ചപൂജ അലങ്കാരത്തിൽ കാണാനിഷ്ടം കാളിയമർദ്ദനമാണ്. ഞാനിങ്ങനെ രാവിലെ ആരോടോ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം കേട്ടോ, ഇന്ന് രാവിലെ പറഞ്ഞ ആ മെസ്സേജ് നോക്കാം നമുക്ക്. ഇന്ന് ഉച്ചയ്ക്ക് കാളിയമർദ്ദനമായിട്ടാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കാളിയമർദ്ദനത്തെ പറ്റി ഉച്ചപൂജ അലങ്കാരം പറയാനാണ്. എല്ലാ അലങ്കാരങ്ങളും പറയാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും കുറച്ച് കൂടുതലാണ് കാളിയമർദ്ദനത്തിൽ ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം, ആ പൊന്നുണ്ണിയുടെ മുഖം, ആ പുഞ്ചിരിക്കുന്ന ഭാവം കണ്ടില്ലേ? ആ ഒരു അഹങ്കാരത്തെ, കാളിയൻ എന്ന വിശ്വസർപ്പത്തിന്റെ മേളിൽ കയറി നിന്നുകൊണ്ട് ആ കാളിയന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന പൊന്നുണ്ണിയെ നമുക്കിന്ന് ശ്രീലകത്ത് കാണാം അല്ലെ. അതിമനോഹരമായി നൃത്തം ചവിട്ടുന്നു. വാലക്ക് ഇങ്ങനെ ഇടത് കൈ കൊണ്ട് വാലക്ക് ചുറ്റി പിടിച്ചിരിക്കുന്ന വലത് കൈയിൽ പൊന്നോടക്കുഴലുണ്ടല്ലേ. ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ വീശിക്കൊണ്ട് ആ കാലുകളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടമാലയും വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് ആ പീലിത്തിരുമുടിയും ഒക്കെ ആയിട്ട് അതാ പൊന്നുണ്ണിക്കണ്ണൻ അതാ നൃത്തം ചെയ്തു. രണ്ട് കാലുകൾ മേലോട്ടുയർത്തി ആ മാലയൊക്കെ ഉണ്ടമാലയൊക്കെ ഇങ്ങനെ ആ കാറ്റിലിങ്ങനെ ആടുന്നുണ്ടല്ലേ. ഭയങ്കര ശക്തമായ ശക്തിയോടുകൂടി ഭഗവാൻ അതാ പൊന്നുണ്ണിക്കണ്ണൻ അതാ നൃത്തം ചെയ്യുന്നു. ആദ്യം വിചാരിച്ചു കാളിയൻ ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ, നിസ്സാരമാണ് എന്ന്. പിന്നീട് അങ്ങോട്ട് ആ പൊന്നുണ്ണിക്കണ്ണന്റെ ഒരു കാൽപാദങ്ങൾ ആ കാളിയന് മേൽ വന്ന് പതിക്കുമ്പോഴത്തേക്കും ചോര തുപ്പുന്നു കാളിയനപ്പോൾ. അത്രയ്ക്ക് ശക്തമായിരുന്നു പൊന്നുണ്ണിക്കണ്ണന്റെ സശാൽ നാരായണനായിട്ട് വന്ന് ആ കാളിയന്റെ അഹങ്കാരം ഇല്ലാതാക്കാനായിട്ട് അതാ പൊന്നുണ്ണിക്കണ്ണൻ ആനന്ദ നൃത്തമാടുന്നു അല്ലെ. മനസ്സിലിങ്ങനെ എപ്പോഴും ഈ ഒരു ഭാവത്തെ മനസ്സിലെപ്പോഴും കൊണ്ടുവരാ. ഈ ഒരു ഭാവം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ആ ആനന്ദ നൃത്തത്തിന്റെ ആ ലാസ്യ മാധുര്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട്, പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക എത്ര മനോഹരമാണല്ലേ ആ നൃത്തം എന്ന് പറയുന്നത്. ആ കാളിയന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു, ആ തിന്മയെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അതാ നന്മയെ പുനഃസ്ഥാപിക്കുന്നു. ആ ഒരു ഭാവമാണ് നമുക്കിന്ന് ആ ഗുരുഭവനപുരിയിൽ ശ്രീലകത്ത് നമുക്കിന്ന് കാണുന്നത് അല്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നമസ്കരിക്കാം, കണ്ടു തൊഴാം, ആ പൊന്നുപാദങ്ങൾ നമസ്കരിക്കാം. ആ പുഞ്ചിരിയിൽ, ആ കണ്ണുകളുടെ തിളക്കത്തിൽ ഭഗവാനെ നമുക്കിന്നൊന്ന് കാണാം. ആ പുഞ്ചിരി നമ്മളോടാണ് എപ്പോഴും ജീവിതത്തിന്റെ വിവിധ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഉച്ചപൂജ അലങ്കാരം പറയുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് കേട്ടോ. പല അലങ്കാരങ്ങളും അങ്ങനെയാണ്
വരാറ്. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിൽ കാളിയമർദ്ദനത്തിൽ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാളിയൻ എന്ന വിശ്വസർപ്പമുണ്ട്. കാളിയൻ എന്ന വിശ്വസർപ്പം നമ്മുടെ ജീവിതമാണ്. ആ കാളിയൻ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നഷ്ടപ്പാടുകളും എല്ലാ രോഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ എപ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ തളർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഭാവമാണ് ഈ കാളിയമർദ്ദനത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനായിട്ട് ഒരിക്കലും തളർന്നു പോവണ്ട എന്ന് പറയാനായിട്ട് കണ്ണനതാ ആ തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ആ കാളിയനെ മാറ്റിക്കൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണൻ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദത്തിൽ നമസ്കരിക്കാം. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് എപ്പോഴും കാണാം. പൊന്നുണ്ണിക്കണ്ണൻ അതാ ആ കാളിയമർദ്ദനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന തിന്മയൊക്കെ നശിപ്പിച്ചു കളയാനായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ മതി, ഭഗവാൻ മാത്രമാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് മാത്രം മനസ്സിൽ കരുത. ഈ കാളിയമർദ്ദന ഭാവത്തെ മനസ്സിലേക്ക് ഓരോരുത്തരും കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പുഞ്ചിരിക്കുന്ന ആ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് ഒരിക്കലും തളരാതെ കാളിയൻ എന്ന തിന്മയെ മാറ്റിക്കൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കാളിയൻ എന്ന അഹങ്കാരത്തെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മൾ എപ്പോഴും ആ നന്മയുള്ള വാക്കിലൂടെ നന്മയിലൂടെ ജീവിതത്തെ അങ്ങനെ നന്മയിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് എന്നും തുടർന്നും മുന്നോട്ട് പോവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഭാവമാണ് എന്ന് ശ്രീലകത്ത് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെ. അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുപോലുള്ള കാളിയൻ എന്ന ആ വിശ്വസർപ്പം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ നാമത്താൽ നമ്മളിങ്ങനെ ആ വിശ്വസർപ്പത്തെ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവാൻ തന്നെ നമ്മളെ ഇങ്ങനെ രക്ഷിക്കുമെന്നും മുന്നോട്ട് നയിക്കുമെന്നും ജീവിത വിജയത്തിലേക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഭഗവാൻ കൂടെയുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സ്നേഹം നമ്മൾ അറിയുന്നുണ്ട്. ആ ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ കണ്ണിലെ ആ തിളക്കം, ആ പുഞ്ചിരി, ആ നൃത്തഭാവം ഒക്കെ നമുക്ക് ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ കയ്യിലെ പൊന്നോടക്കുഴൽ എങ്ങനെയാണ് ഉള്ളത് എന്നും ആ പാമ്പിന്റെ ആ കാളിയന്റെ വാലിലെ ആ എല്ലാ ശക്തിയും കൈകളിൽ ഇങ്ങനെ ആ വാലിൽ അമർത്തിക്കൊണ്ട് കാളിയന്റെ ആ എല്ലാ ശക്തിയെയും ഗർവിനെയും അഹങ്കാരമെന്ന ആ ദൂഷ്യത്തെയും ഒക്കെ ആ ഭഗവാൻ മാറ്റിക്കൊണ്ട് ആ കാളിയനെ ചോര തുപ്പുന്ന കാളിയനാക്കുന്നു അല്ലെ. എല്ലാം എന്റേതാണ് എന്ന് നടിച്ച് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോ ഭഗവാന്റെ ഈ ഒരു ഭാവത്തെ കാളിയൻ എന്ന കാളിയമർദ്ദനം എന്ന ഭാവത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. ഭഗവാന്റെ ഈ ദിവ്യരൂപം, പുഞ്ചിരിക്കുന്ന മുഖം എല്ലാവർക്കും എപ്പോഴും തുണയായിട്ട് കാവലാളായിട്ട് സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ നാരായണ. എന്നോടൊപ്പം ആ ശ്രീലകത്തേക്ക് വന്നിട്ടുള്ള ആ പൊന്നു ഭഗവാനെ, ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട നിങ്ങൾ ഓരോരുത്തരും ആ ഭഗവാന്റെ ആ ദിവ്യമായ ആ പ്രകാശത്തിൽ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട സന്തോഷത്തിൽ കാളിയമർദ്ദന ഭാവത്തിൽ കളഭാലങ്കാരത്തിൽ കണ്ട ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട ഭാവത്തിൽ നമ്മളെ താണു വണങ്ങുന്നു. ആ പൊന്നുണ്ണിക്കണ്ണന്റെ പാദത്തിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സർവ ദുഃഖങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിത വിജയത്തിലേക്കായിട്ട് കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. തണലായിട്ട് സ്നേഹത്തോടെ കണ്ണൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനുണ്ട് കൂടെ എന്ന് കണ്ണൻ എപ്പോഴും നമ്മളോട് പറയുന്ന ആ ഭാവത്തെ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം എപ്പോഴും നിത്യമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്നും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. ഗുരുഭവനപുരിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ഈ ഒരു കാളിയമർദ്ദന ഭാവത്തെ നേരിട്ട് കാണാൻ സാധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീടുകളിൽ കിടക്കുന്ന സുഖമില്ലാതെ കിടക്കുന്ന ബെഡ്രിഡനൊക്കെ ആയിട്ടുള്ള രോഗികളൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട് കണ്ണന്റെ അടുത്തേക്ക് ഒന്ന് ഓടിയെത്താനായിട്ട് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പോ അവരുടെയൊക്കെ മനസ്സിൽ എന്റെ ശബ്ദം എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്യ രാധേശ്യ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം.